ഞാനിപ്പോ എൻ ഡി എയുടെ ഭാഗമല്ല. നിങ്ങൾ ഞാൻ ഇനി സംസാരിച്ചു തുടങ്ങിയാൽ നിങ്ങൾ എൻ ഡി എയുടെ ഭാഗമാണ്. നിങ്ങൾ ശരിക്കും എവിടെയാണെന്നുള്ളത് അത്രയ്ക്ക് മോശം അഭിപ്രായമാണ് എന്നെ പറ്റി. അത്രയ്ക്ക് മോശമല്ല, എന്നാലും വളരെ മോശം അഭിപ്രായമാണ്. കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ അതുപോലെ പഹൽഗാം ഇത്തരം വിഷയങ്ങളൊക്കെ ബി ജെ പിക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായും ഞാൻ എതിർത്തിട്ടുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്. പഹൽഗാമിലെ സെക്യൂരിറ്റി വീഴ്ചക്ക് അതിനെല്ലാ സൗകര്യം ഒരുക്കി കൊടുത്തിട്ട് ആ മരണത്തെ കൂടി ഇലക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെയൊക്കെയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? എങ്കിൽ ഇതൊക്കെ നിൽക്കുമ്പോ ജയിക്കാൻ വേണ്ടിയിട്ട് ഏത് അധാർമിക മാർഗം സ്വീകരിക്കുന്ന ബി ജെ പിയുടെ മുന്നണിയിലല്ലേ താങ്കൾ മത്സരിച്ചത്? ഇലക്ഷന് ജയിക്കുന്ന ബി ജെ പിയോടൊപ്പം സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ച് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച താങ്കൾക്ക് എന്ത് രാഷ്ട്രീയ എന്ത് ആശയമാണുള്ളത്? ഇനി ഞാൻ പറയാലോ ആണോ വയറ്റിപ്പേഴ്പ്പ് രാഷ്ട്രീയമാണോ? ഒരു മിനിറ്റ്. ഇന്ത്യ മഹാരാജ്യത്തെ പണം മുഴുവൻ കട്ടുനിന്ന് ഈ രാജ്യത്ത് നിന്ന് ഇല്ലാതായി പോയ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി ഒന്ന് അത് വിചാരിച്ച സീറ്റ് കിട്ടില്ല. ഒരിക്കലുമില്ല. എനിക്ക് സീറ്റ് തരാമെന്ന് നിങ്ങൾ വോയിസ് പുറത്തു എന്ന് പറഞ്ഞാൽ കാശ്മീർ ഞാൻ ഇനിയൊരു സത്യം പറയട്ടെ. എന്ത് സത്യം? അന്നത്തെ ബൈറ്റ് എടുത്തപ്പോ നിങ്ങളുടെ മാധ്യമപ്രവർത്തകരെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. എന്താ നിങ്ങളുടെ ഈ രമേശ് ചെന്നിത്തലയുടെയും ഏതോ മന്ത്രി നാറെന്ന് പറഞ്ഞു. നാറുമെന്നല്ല പറഞ്ഞു. ഇനി ഞാൻ അഖിൽമാരെ പറയാണ് ഏതോ ഒരു ഓഡിയോ പുറത്തു വിട്ടാൽ ഈ സംസ്ഥാന ക്യാബിനറ്റിൽ ഒരു മന്ത്രിയുടെ നാറെന്ന് പറയണം. അല്ല ചവിട്ടിയത് അണലിയാണില്ല. ഞാൻ പറഞ്ഞത് അഖില് മത്സരിക്കണമെന്നും ഇന്ന സീറ്റ് അഖിലിന് വേണ്ടി നോക്കുന്നുണ്ടെന്നും പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സാറേ ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെയൊക്കെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനാ വഴക്കൂടിയത്? അങ്ങനെ പറഞ്ഞു. എവിടെ പറഞ്ഞു? 2020 വരുമാന നഷ്ടം ഉണ്ടായി, സാമ്പത്തിക നഷ്ടം ഉണ്ടായി, ആരും വിളിക്കുന്നില്ല. അക്കോമഡേഷൻ എന്താ അർത്ഥം? ഇവിടെ കാശ് വേണമെന്ന് അർത്ഥം. ഇവിടെ ഞാൻ ആളെ വടിയാക്കുന്നു. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. അഖിൽമാരുടെ നിലപാട് മാറ്റം പറയുമ്പോൾ ഗാന്ധിയുടെ നിലപാട് മാറ്റങ്ങളെ പറ്റി പറയും. അഖിൽമാർ ഇവിടുത്തെ കാര്യം അഖിൽമാർ അതൊരു ഒറേറ്ററി സ്കില്ലാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഒരു കുഴപ്പമില്ല. ഈ രാജ്യത്ത് ഒറ്റയ്ക്ക് മത്സരിക്കാമല്ലോ, സ്വന്തമായി മത്സരിച്ചൂടാ? അടുത്ത തവണ മത്സരിക്കും. നിങ്ങളെ ആരെ വിശ്വസിക്കുക? അഖിൽ ഈ പറഞ്ഞത് അല്പം കഴിഞ്ഞ് മാറ്റി പറയില്ല എന്ന് ഉറപ്പ്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. അഖിൽ എല്ലാവരെയും വിമർശിക്കുന്ന ഏറ്റവും മിടുക്കൻ എന്ന് പറയുന്നു. പക്ഷെ അഖിൽ ആഴ്ചയിൽ അഭിപ്രായം മാറ്റുന്നു. ഇന്ന് ജിൻഡോ എന്നെ വിളിച്ചോണ്ട് പോയി നാരങ്ങ വെള്ളം മേടിച്ചാൽ ഞാൻ ജിൻഡോ കൊള്ളാന്ന് പറയും. നാളെ എങ്ങനെ ഇരിക്കണം? ഇതാണ് ഞാൻ പറഞ്ഞത്. വൈറ്റിപ്പഴപ്പാണ്. രാഷ്ട്രീയമാണ്. പച്ചരിയുടെ പ്രശ്നമാണ്. നിങ്ങൾക്ക് ഒരു പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഉദ്ധരിക്കാനല്ല, ഒരു നാരങ്ങ വെള്ളം തന്നു കഴിഞ്ഞാൽ അപ്പൊ വാക്ക് മാറ്റി പറയുന്ന അഖിലിനെ എങ്ങനെ നാട്ടുകാർ വിശ്വസിക്കും? അങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ ഇപ്പൊ മാറ്റി പറഞ്ഞു. നാരങ്ങ ഒരു പാളക്കൊല ബാക്കി എന്തിന് നാളെ നിങ്ങൾ എന്നെയും മറന്നു എന്ന് പറയില്ലേ? ഒരു നല്ല രാഷ്ട്രീയം. നാരങ്ങാവെള്ളം കിട്ടുമ്പോഴേക്ക് ഒരാളെ പറ്റി നല്ലത് പറയുന്ന അല്ല രാഷ്ട്രീയം. അയ്യോ നാക്കി കുരുവരണ വർത്താനൊന്നും പറയല്ലേ. ഞാൻ എന്തുകൊണ്ട് 2020 മാറി? സാബു പൈസ കിട്ടാത്തതുകൊണ്ടും പദവി കിട്ടാത്തതുകൊണ്ടും മാറി വന്നിട്ട് സാബുവിന്റെ ആശയത്തോട് യോജിപ്പുണ്ട്, കാശ് കിട്ടാത്തതുകൊണ്ട് യോജിപ്പില്ല. ഞാന് ജിൻഡോയെ പോലുള്ള ആൾക്കാർക്ക് സീറ്റ് കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാ. സൂചിപ്പിക്കില്ലേ? ഞാൻ നാരങ്ങ വെള്ളത്തിൽ വീണ്ടും ഒന്ന് പറഞ്ഞോട്ടെ. എനിക്ക് ശ്വാസം വിടാൻ കുറച്ച് സമയം എന്താടാ? അല്ലെങ്കിൽ ഞാൻ 2020 പോയി സ്ഥാനാർത്ഥി മത്സരിച്ച താങ്കള്. എന്റെ പൊന്ന് ഹാഷ്മി, ഒരു കാര്യം പറയുന്നു, ഒന്ന് കേട്ടിട്ട് മറുപടി പറ. ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ് ഈ ഉപ്പുവച്ച കലം പോലെ ഇല്ലാതാക്കിയിട്ട് അങ്ങനെ വീണ്ടും മഹാനാണെന്ന് പറയുന്നിടത്തല്ല. മോശപ്പെട്ട കോൺഗ്രസിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കോൺഗ്രസിൽ 3 മാസം മുമ്പ് സ്ഥാനാർത്ഥിയാവാൻ നോക്കിയ ആളാണ്. ഉളുപ്പ് വേണ്ട. രാഹുൽ ഗാന്ധി ചോദിച്ചോണ്ട് നടന്ന താങ്കളാണ് പറയുന്നത്. നീ ഒന്നും പണയണ്ട. ഗാന്ധിയും നെഹ്റുവും പട്ടേലും അംബേദ്കറും അല്ലെങ്കിൽ കരുണാകരനും ഉമ്മൻചാണ്ടി രാഹുൽ ഗാന്ധി ഒന്നും ബിഗ് ബോസിൽ പോയി രാഷ്ട്രീയക്കാരായതല്ല. അവരെ
അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. സന്ദീപ് വാര്യർ ഏത് പാർട്ടിയിലായിരുന്നു? സന്ദീപ് വാര്യർ വന്ന് കോൺഗ്രസ് വന്നിട്ട് കോൺഗ്രസിൽ ഉറച്ചു നിന്നു. നിലപാടുണ്ട്, നിലപാടിൽ ഉറച്ചു. ഞാൻ ഏത് പാർട്ടിയിലായിരുന്നു? താങ്കൾ ഏത് പാർട്ടിയിലാണ് താങ്കൾക്കറിയോ? താങ്കൾ ഇപ്പൊ ഏത് പാർട്ടിയിലാ? അല്ല, താങ്കൾ ഏത് പാർട്ടിയാണ്? ജിൻഡോ പറയുന്നത് താങ്കൾ ഇട്ടില്ല. അഖിൽ മാരാറിനോ ജിന്നോയ്ക്കോ ആർക്കോ അറിയത്തില്ല. എന്തിനാണ് ഈശ്വര എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ആണോ അച്ഛനായ നെഹ്റുവിനെ മാറ്റി കോട്ടാത്തല- ഗാന്ധിയെ കൂടെ കൂട്ടിയത്? കോട്ടാത്തൽ എന്താ? അച്ഛനായ നെഹ്റുവിനെ അഖിൽ മാരാറിന്റെ അച്ഛന്റെ പേരില്ലാതെ മാരാറിനെ ചോദിച്ചതിനേക്കാൾ ഭേദമാണ് ഭർത്താവിന്റെ പേര് ചേർക്കുന്നത്. എന്റെ അച്ഛന്റെ പേര് ആരായിരുന്നു പേരുള്ള അച്ഛന്റെ പേര് മാറ്റി. അല്ലല്ല ഒന്ന് അച്ഛന്റെ പേര് മാറ്റി. അച്ഛന്റെ പേര് കോട്ടാത്തലെന്നായിരുന്നു. രാജ്യത്തെ അച്ഛന്റെ പേര് കോട്ടാത്തലെന്നായിരുന്നു അതിനു മുമ്പ്. 17 വർഷം രാജ്യം ഭരിച്ച നെഹ്റുവിന്റെ പേര് വെക്കാൻ മടിയായതുകൊണ്ട് ഗാന്ധിയുടെ പേര് കടം കൊണ്ടുവന്ന. അങ്ങനെയാണെങ്കിൽ സ്വന്തം അച്ഛന്റെ പേര് രാജൻ എന്ന പേര് മാറ്റി കോട്ടാത്തല വെച്ചതെന്താ? അച്ഛന്റെ പേര് മോശമായിട്ടാ? വടികൊണ്ട് തല്ലല്ലേ സാറേ, കൈകൊണ്ട് തല്ലിക്കോ വേണേ. അഖിൽമാർ അച്ഛന്റെ പേര് ഗുമ്മു വരാൻ മാരാർന്ന് മാറ്റും. അഖിൽമാരാര് ഇതാണ് നിലപാടില്ലെന്ന് പറയുന്നത്. അഖിൽമാരാ ജോസിന് എന്താ ഐഡിയ പറയാണ്ട്? എന്താ ജോസേ? ഇരിക്കുവാണെങ്കിൽ തൂത്ത് കൂട്ടിയതെല്ലാം ഒരിടത്ത് ഇരിക്കുവാണെങ്കിൽ അത് ഇങ്ങോട്ട് വന്ന് കരിയിലെല്ലാം വാരി വെച്ചാൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. നമ്മൾ ഇത്രയും മെനക്കെട്ട് മുറ്റം തൂത്തിട്ടിട്ട് ഒന്നോട്ട് തൂത്തോ, അതിലെന്താ? ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. അമ്മ കഴിയിട്ടേക്കുന്ന തുണി ഇത് വൃത്തിയായില്ലെന്ന് പറഞ്ഞ് ഒന്നുകൂടെ കൊണ്ട് വെള്ളത്തിയിടും. ഇതൊക്കെ തന്നെയാണ് അവിടെയും കാണിക്കുന്നത്. ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശയല്ലേ സാർ? പൂത്തിട്ട മുറ്റം മൊത്തം വാരി വീണ്ടും കരിയില വാരി ഇടണമെന്നുണ്ടെങ്കിൽ ഈ തുണി വാരി കൊണ്ടിടുന്ന ഒരു സൈക്കോ ആണോ? ഒരു എന്താണ് മറുപടി പറയാണ്. വീട്ടിലും ഇന്നും എന്റെ ഭാര്യക്ക് ഞാൻ ഒരു മകനാ. ഭയങ്കരം തന്നെ. ആരും ആയിക്കോട്ടെ, തൂത്തിടുന്ന മുറ്റത്ത് വീണ്ടും കരിയിലോട്ട് വാരി ഇടുന്നത് അത് ഹാഷ്മിയുടെ മുറ്റത്ത് ഹാഷ്മിയുടെ ഭാര്യ തൂത്തിടുമ്പോ ഞാൻ വന്നിട്ടാ പറഞ്ഞാൽ മതി. എന്റെ ഭാര്യ തൂക്കുന്ന മുറ്റം ഞാൻ ഇടക്കും. സ്വന്തം ഭാര്യയോട് എന്തും കാണിക്കാം. എന്റെ ഭാര്യ മുറ്റം തൂത്തിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. എന്തും കാണിക്കും. ചെറ്റത്രം പറയാടോ. അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവോ? അല്ല, ഞാൻ പറയുന്നത് എന്റെ ഭാര്യ മുറ്റം തൂത്തിട്ട് ഞാൻ കരിയില വാരി ഇടും. എന്റെ ഭാര്യയെ ഞാൻ പൊതുവേദിയിൽ ഇഷ്ടമുള്ളിടത്തോളം കാലം അല്ലേ? അങ്ങനല്ലേ? ഒരു കണക്ഷൻ ഉണ്ട്. അവൾക്ക് ഇഷ്ടമുള്ള പറയുന്നത് അതൊരു സൈക്കോത്തരോ? സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചവിടെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്നൊരു പ്രോസസ്സിനെ എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അതെങ്ങനെ കിട്ടിയ? പ്രസവം എൻജോയ് ചെയ്യുന്ന ധാരണ എവിടെ? അതിൽ പ്രസവിച്ചിട്ടുണ്ടോ? അല്ല, ഞാനൊരു തന്നാൽ ഈ പ്രസവം എന്ന് പറയുന്ന മരണവേദനയ്ക്ക് ശേഷം ഏറ്റവും വലിയ വേദന എന്ന് സയൻസ് പറയുന്ന പ്രസവം എൻജോയബിൾ ആണ് എന്ന് അഖിൽ എങ്ങനെ മനസ്സിലാക്കി? അഖിൽ പ്രസവിച്ചോ? എവിടെ നിന്ന് കിട്ടി ഇതിനെ? അഖിൽ 2 കുട്ടികളല്ലേ? അഖിൽ 2 കുട്ടികളാ. പറഞ്ഞോട്ടെ ഹാഷ്മി, അഖിൽ ഭാര്യയോട് സംസാരിച്ചിട്ടുണ്ട്. എൻജോയ് ചെയ്ത് പ്രസവിച്ചാണ്. ഞാൻ എന്താണ് ഗോപാല, ഇനിയിപ്പോ ഞാൻ എന്താണ് ചെയ്യുക? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. എനിക്ക് ഈ ഡോക്ടർമാരുടെ ഒരുപാട് കള്ളത്തരങ്ങൾ അടുത്തറിയാവുന്ന ആളാ. ജോസഫ് എന്ന സിനിമ ഇറങ്ങിയില്ലായിരുന്നുണ്ടെങ്കിൽ സമാനമായ ഒരു സബ്ജക്ട് ഞാൻ എഴുതി വെച്ചിരിക്കുകയായിരുന്നു. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? പഴമക്കാര് പറയുന്നതിനെ ഒരു പണ്ടുള്ള സ്ത്രീകൾ അരിയിടിച്ചിട്ട് പ്രസവിക്കാൻ പോകുന്ന അവർക്ക് ഗതിയില്ലാതുകൊണ്ട് പണിയെടുക്കുകയാണ്. അവർക്ക് വേദന ഇല്ലെന്നല്ല അതിന്റെ അർത്ഥം. ഇത്രയും വിധികളായ മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാ. ഒരു സ്ത്രീ പ്രസവിക്കുമ്പോ എല്ലുകൾ ഒടിയുന്നതിന്റെ 50 ഇരട്ടി വേദനയാണ്. ആണോ? അല്ല, എല്ല് മുറിയുന്ന വേദനയാണ്. നിലപാട് മാറ്റത്തിന് അഭിനന്ദനങ്ങൾ അഖിലേ. ഒരു ഗുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. പറയും എന്റെ നാട്ടിൽ ആ നിലപാട് മാറ്റത്തിന് അഭിനന്ദനങ്ങൾ. ആ നിലപാട് മാറ്റത്തിന് അഖിലെ അഭിനന്ദനങ്ങൾ. നീ പകപോക്കാണല്ലേടാ. പ്രസവം എൻജോയ്മെന്റ് അല്ല, ഈ പറയുന്ന എല്ല് മുറിയുന്ന വേദനയാണ് എന്ന് സമ്മതിച്ചതിന് അഭിനന്ദനങ്ങൾ അഖിലെ. നിലപാട് മാറ്റത്തിന് അഭിനന്ദനങ്ങൾ. പ്രസവിച്ച വേദനയല്ല, അതാ പറഞ്ഞത്. അത് തന്നെയാ പറഞ്ഞത്. പ്രസവിച്ചാൽ ഒഴിഞ്ഞു മാറണ്ട, മര്യാദയോടാ പറഞ്ഞത്. മര്യാദയോടാ പറഞ്ഞത്. അത് തിരിച്ചല്ല. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഒരു ഉണ്ണാക്കമല്ല പോയി വീഴരുത്, ഒരു പുണ്ണാക്കമല്ല പറഞ്ഞത്. പോയി വീഴരുത്, മര്യാദയോട് പറഞ്ഞു. തിരിച്ചു കോവിഡ് വന്ന അമ്മ അപ്പോഴേ പറഞ്ഞത് അച്ഛന്റെ ട്രൗസർ ഇടണ്ടാന്ന്.